ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആണ്. ഓണപരീക്ഷയാണ് വരുന്നത്. ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 മണിക്കൂറാണ് സമയം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി അതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ ചെയ്യുക, ശേഷം തന്നിരിക്കുന്ന ആൻസർ കീ ചെക്ക് ചെയ്യുക. ഓക്കെ, ആക്ടിവിറ്റി 1 നോക്കാം. The branch of high-yielding Neelam mango tree is grafted to a Moowandan mango tree with roots to produce a new high-yielding mango sapling. What are the characteristics of the mango tree produced through this method? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നീലം മാംഗോ ട്രീനെ മൂവാണ്ടൻ മാവ് ഒരു നീലം മാങ്ങേൻ്റെ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടും കൂടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പുതിയ മാംഗോ ട്രീ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുന്നുള്ള 2 എണ്ണം നിങ്ങൾ എഴുതണം കേട്ടോ. ബി ക്വസ്റ്റ്യൻ, എ ഫാമർ ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ yield even though he planted saplings produced by hybridization. Write 3 suggestions for getting a better yield. ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ സാപ്ലിങ്സിൽ പോലും അയാൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു yield കിട്ടിയില്ല, നല്ല വിളവ് കിട്ടിയില്ല. അപ്പോൾ അയാൾക്ക് ബെറ്റർ ആയിട്ടുള്ള വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള yield കിട്ടാൻ വേണ്ടിയിട്ടുള്ള 3 മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു produce a new variety of a pea plant with the properties of both the pea plant shown in the figure. ഇവിടെ 2 പീ പ്ലാന്റ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതാണ് പുതിയൊരു വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് കിട്ടണമെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ബഡിങ് ആണോ, ക്രോസ് പോളിനേഷൻ ആണോ, സെൽഫ് പോളിനേഷൻ ആണോ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണോ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പർ വെസൽ ഇൻ മൈ ഹോം. ബോയ് പറയുന്നത് ഇൻ മൈ ഹോം ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ എർത്തേൺ പോട്ട്. അപ്പോൾ ആദ്യം പറയുന്നത് കുട്ടി പറയുന്നത് അവളുടെ വീട്ടിൽ എന്താണ് ടാമറിൻഡ് പുളിയില്ലേ, അത് എന്തിലാണ് വെച്ചിരിക്കുന്നത്? കോപ്പർ വെസലിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കോപ്പർ വെസലിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മറ്റേ ബോയ് പറയുന്നുണ്ട് എന്താണ് എർത്തേൺ പോട്ട് മൺപാത്രത്തിലാണ് പുളി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത് വൈ? നിങ്ങൾ ആരുടെ ഒപ്പീനിയനാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 2 ആരുടെ ഒപ്പീനിയനാണ് കറക്റ്റ് എന്നുള്ളത് കേട്ടോ. അടുത്തത്, ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് സം സബ്സ്റ്റൻസസ്, കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യൂസസ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും അതിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ബോക്സിലേക്ക് ആക്കുക കേട്ടോ. ആസിഡിൻ്റെ ഒരു ബോക്സും അതുപോലെ തന്നെ വേറൊരു ബോക്സും തന്നിട്ടുണ്ട്. 2 ബോക്സിലേക്കും അത് മാറ്റി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്? സോപ്പ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് എഴുതുക. ടിക്ക് ചെയ്താൽ മാത്രം മതി അതിൽ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 വരുന്നത്, given below are some of the characteristics of fertilizers used by a farmer to get better yield. Analyze the statements and complete the table. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ് ഒരു കർഷകൻ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ബെറ്റർ yield കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ 2 ബോക്സിലേക്ക് ആക്കാനാണ്. ഒന്ന് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ബോക്സാണ്, അടുത്തത് ഏതായിരിക്കും നിങ്ങൾ എഴുതണം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ 2 ബോക്സിലേക്ക് ആക്കുകയും വേണം. ബി ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ പെസ്റ്റ് control is a method of controlling pests using traps or removing them manually. Besides these, write 2 other methods practiced by farmers for pest control. അപ്പോൾ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഫാമേഴ്സ് ഉപയോഗിക്കുന്ന വേറെ 2 മെത്തേഡുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് പെയേഴ്സ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. റാബിറ്റ് റിയറിംഗ്, മുയൽ വളർത്തലിന് എന്ത് പേരാ? കൂണി കൾച്ചറാണ്. ഫ്ലവർ വളർത്തലിന് എന്ത് പേര് പറയും? അതുപോലെ എപി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് വളർത്തലാണ് നിങ്ങൾ എഴുതണം.
ആക്ടിവിറ്റി 4 വരുന്നത് എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് ടോർച്ച് സെൽ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് LED മൊഡ്യൂൾ. ദ കോപ്പർ വയർ ഇസ് ഷോർട്ടർ ദാൻ റിക്വയർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ്. താഴത്തെ ഓപ്ഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്ത ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പിക്ചേഴ്സ് നോക്കൂ, ഡ്രോ എ ക്ലോസ്ഡ് സർക്യൂട്ട്, അത് വെച്ചിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻസ്, ഇലക്ട്രിക് ലൈൻസിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ആക്ടിവിറ്റി നമുക്ക് അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ എ ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്, ദെൻ ബി സി ഡി അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ബഡ്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹിബിസ്കസ് പ്ലാന്റ്സ് ആർ ഗ്രാഫ്റ്റഡ് ഓൺ ദ റെഡ് ഹിബിസ്കസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. റൈറ്റ് ഡൗൺ ദ അതർ സ്റ്റേജസ് ഇൻ ദ കറക്റ്റ് ഓർഡർ, വൺ ഇസ് ഡൺ ഫോർ യു. അപ്പോൾ ഈ പറയുന്ന പോലെ ഹിബിസ്കസ് പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റിംഗ് ബഡ്സ് വെച്ചിട്ട് വെറൈറ്റി ഓഫ് ഹിബിസ്കസ് പ്ലാന്റ്സ് ഗ്രാഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതണം. സി ക്വസ്റ്റ്യൻ വേരിയസ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് ആൻഡ് ക്രോപ്സ് ഡെവലപ്ഡ് ദർ ഗിവൺ ബിലോ, കംപ്ലീറ്റ് ദ ടേബിൾ. റിസർച്ച് സെൻറ്ററുകളും അവിടെ ഉണ്ടാക്കുന്ന ക്രോപ്പിൻ്റെ പേരുകളുമാണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്യൂബർ ക്രോപ്സ് ആണ് ക്രോപ്പ്. അടുത്ത് കോക്കനട്ടും അരക്കനട്ടും ഉണ്ടാക്കുന്ന റിസർച്ച് സെൻറ്ററിൻ്റെ പേര് നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, വെൻ Padimukam water is added to lemon juice, vinegar, tamarind water and buttermilk, their color changed to yellow. Write any 2 common characteristics of these type of solution. അടുത്തത് complete the table of food items that we eat and the major acids present in them. ഫുഡ് ഐറ്റംസും ആസിഡും എഴുതണം. ഫുഡ് ഐറ്റംസിൽ എയും സിയും ഫില്ല് ചെയ്യാനുണ്ട്, മേജർ ആസിഡ്സിൽ ബിയും ഡിയും കേട്ടോ. അടുത്തത് സി, when a strong acid spills your body, it burns. Write any 4 precautions to be taken to avoid accidents while handling chemicals. അപ്പോൾ നമുക്കറിയാം ആസിഡ് നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും അല്ലേ. ആസിഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. അടുത്തത് ആക്ടിവിറ്റി 7, ഒബ്സർവ് ദി പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദി ടൂൾസ് യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻസ് ഉപയോഗിക്കുന്ന ടൂളുകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ആർ സൂട്ടബിൾ ടു ദ ഫോളോയിങ് പർപ്പസസ്? ഏത് ടൂളാണ് ടു റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് എ വയർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ടു ടെസ്റ്റ് ഇലക്ട്രിക് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബി, വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽസ് ടു യൂസ് ടു മേക്ക് ദ ഹാൻഡിൽ ഓഫ് ദ എബൌട്ട് ടൂൾസ്, വാട്ട് ഇസ് ദ റീസൺ? അതുപോലെ തന്നെ മേലെ തന്നിരിക്കുന്നതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് എഴുതണം. സി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 other examples for such materials. ഇങ്ങനെയുള്ള വേറെ 2 എണ്ണത്തിൻ്റെ എക്സാമ്പിളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി 8, some materials in the science kit are given below. സയൻസ് കിറ്റിലുള്ള മെറ്റീരിയൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, ടെസ്റ്റ് ട്യൂബ്, മെഗ്നീഷ്യം റിബർ, വിനീഗർ, ലൈം വാട്ടർ, മാച്ച് ബോക്സ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എ സ്റ്റുഡൻറ് കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഗിവൺ ബിലോ യൂസിങ് സൂട്ടബിൾ മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഇസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് എന്താ, ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റൽ. അപ്പോൾ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്ത് വരിക എന്നുള്ളത് നമ്മൾ എഴുതണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനെന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു, പ്രൊസീജിയർ എങ്ങനെയാണ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് നമ്മൾ എഴുതണം. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ആസിഡിൻ്റെ 2 യൂസസും. അപ്പോൾ 8 ആക്ടിവിറ്റിയാണ്. 8 ആക്ടിവിറ്റിയിൽ അറിയണതെല്ലാം നിങ്ങൾ ചെയ്യുക, ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക കേട്ടോ. ആൻസർ കീയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1ൻ്റെ ആൻസർ ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്. ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് വിൽ ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹൈ yielding നീലം മാംഗോ ട്രീ in terms of fruit quality and yield. As the C-on determines these traits, the root stock will provide the root system, influencing factors like disease resistance, adaptability to soil condition, and overall vigor of the plant. ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷനിൽ ബെറ്റർ ആയിട്ടുള്ള സജഷൻസ് എന്താ, പ്രോപ്പർ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, വാട്ടറിങ് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ, പെസ്റ്റ് കൺട്രോൾ, ഡിസീസ് മാനേജ്മെൻറ്റ്, പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, പ്രൊവൈഡ് സൺലൈറ്റ്, ടെമ്പറേച്ചർ, വെൽ ഡ്രെയിൻഡ് സോയിൽ, പിന്നെന്താ, ചൂസ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് സാപ്ലിങ്സ്. അടുത്തത് എന്താ, മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് പാരന്റ് പ്ലാന്റ്സ്. അതായത് ഒരു ചിത്രം തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ക്രോസ് പോളിനേഷൻ ആണ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 2,
ആരുടെ ഒപ്പീനിയൻ ആണ് ശരിയെന്ന് ചോദിച്ചാൽ ദ ഒപ്പീനിയൻ ദാറ്റ് ടാമറിൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ എൻ എർത്തേൺ പോട്ട്. അതാണ് കറക്റ്റ്. റീസൺ എന്താ? ടാമറിൻ്റെ അസിഡിക് ആണ് ആൻഡ് കോപ്പർ ഈസ് എ റിയാക്റ്റീവ് മെറ്റൽ. സ്റ്റോറിംഗ് ടാമറിൻ ഇൻ എ കോപ്പർ വെസൽ ക്യാൻ ലെഡ് ടു എ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ആസിഡ് ഇൻ ദ ടാമറിൻ ആൻഡ് ദ കോപ്പർ പൊട്ടൻഷ്യലി ഫോമിംഗ് ഹാർംഫുൾ കോമ്പൗണ്ട്സ്. എർത്തേൺ പോട്ട്സ് ആർ ഇനേർട്ട് ആൻഡ് ഡു നോട്ട് റിയാക്ട് വിത്ത് ദ ടാമറിൻ. അപ്പോൾ എർത്തേൺ പോട്ടിൽ പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാലും റിയാക്ഷൻ ഒന്നും നടക്കില്ല, സേഫ് ആയിരിക്കും, നമുക്ക് കഴിക്കാം. പക്ഷെ ഒരു കോപ്പർ ബോട്ടിലിൽ പുളി ഇട്ട് വെച്ചിട്ട് നമ്മളത് എടുത്ത് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിയാക്ഷൻ നടക്കും, അപ്പം നമുക്കത് സേഫ് അല്ല. അടുത്തത് ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് സം സബ്സ്റ്റൻസസ്. ആസിഡും അടുത്തത് ബേസ് ഓർ ആൽക്കലി ആണ്. ആസിഡ് യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ബേസ് ഓർ ആൽക്കലി യൂസ്ഡ് ഇൻ മെഡിസിൻസ്, യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്, യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് ദ സോയിൽ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ക്വസ്റ്റിൻ്റെ ആൻസർ 4 ആണ്. 3 and 4 കറക്റ്റ് ആണ്. അടുത്തത് ആക്ടിവിറ്റി 3യിൽ നമുക്ക് 2 ബോക്സ് ഉണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ആണത്. ഓർഗാനിക്കിൽ നമ്മൾ എഴുതേണ്ടത് നോട്ട് ഹാർംഫുൾ ടു സോയിൽ ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് റിക്വയർസ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, നെസസറി കോമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, ഇനി അടുത്തത് ബി ക്വസ്റ്റിൻ്റെ ആൻസർ യൂസിങ് പാരസൈറ്റ്സ് ഓർ പാത്തജൻസ് ടു കൺട്രോൾ പെസ്റ്റ്, യൂസിങ് പെസ്റ്റിസൈഡ്സ് ഓർ ഇൻസെക്ടിസൈഡ്സ് ടു കിൽ ഓർ റിപ്പൽ പെസ്റ്റ്. സി ക്വസ്റ്റിൻ്റെ ആൻസർ ഗ്രോവിംഗ് ഫ്ലവർ ഫ്ലോറികൾച്ചർ ആണ്. റിയറിംഗ് ബീസ് എപ്പികൾച്ചർ ആണ്. ആക്ടിവിറ്റി 4ൻ്റെ ആൻസർ നമുക്ക് എ ക്വസ്റ്റിൻ്റെ ആൻസർ ആവശ്യമുള്ള സാധനങ്ങൾ പിന്ന്, കോയിൻ, പെൻസിൽ ഗ്രാഫൈറ്റ്. പിന്നെ നിങ്ങളോട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം വരയ്ക്കുന്ന ഞാൻ വരച്ചിട്ടില്ല. വരയ്ക്കുമ്പോൾ ഒരു ബൾബ്, അതുപോലെ ഒരു ബാറ്ററിയുടെ സിമ്പിൾ, ഒരു വയർ വേണം. യു വുഡ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യുക. അടുത്ത എൻഡിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി അല്ലെങ്കിൽ കണക്ട് ചെയ്യുക വയർ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. സി ക്വസ്റ്റ്യൻ മെറ്റൽ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻസ് കോപ്പർ ആണ്. ആക്ടിവിറ്റി 5 വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കറി ലീഫ് പാർട്സ് ഇൻവോൾവ് സ്റ്റെം ആണ് കറി ലീഫ് പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ എ പാർട്ട് ഇൻവോൾവ്ഡ് ആണ്, ബി സ്റ്റെം, സി ലീഫ്, ഡി റൂട്ട്. ബി ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റേജസ് ചിസൽഡ് ഓഫ് ദ ബഡ്സ് വിത്ത് ദ ബാർക്ക് ഫ്രം ഡിഫറെൻറ്റ് കളേർഡ് ഹിബിസ്കസ് പ്ലാന്റ്സ്. രണ്ടാമത്തെ മേക്ക് എ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക് ഓഫ് ദ റെഡ് ഹിബിസ്കസ് പ്ലാന്റ് സ്റ്റെം. ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റേജസ് പഠിച്ചു വെക്കുക. 3 ഇൻസേർട്ട് ദ ചിസൽഡ് ബഡ് ഇൻ ടു ദ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ റെഡ് ഹിബിസ്കസ് പ്ലാന്റ്. Then 4th, tie the grafted area with a plastic strip or suitable material to hold it firmly in place. Allow the bud to sprout and grow, eventually producing flowers of different colors. C question answer സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂബർ ക്രോപ്സ് അത് അവർ തന്നതാണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ആണ് കോക്കനട്ടും അരക്കനട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇത് മോഡൽ എക്സാം ആയതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാത്തത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നാൽ നമ്മുടെ ക്ലാസ് ഇപ്പോൾ തീരില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ടിവിറ്റി 6ൽ നമ്മുടെ ആൻസർ എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സൊല്യൂഷൻ ദ ചേഞ്ച് പതിമുഖം വാട്ടർ ടു യെല്ലോ എന്താ ദേ ആർ ഓൾ ആസിഡിക് ഇൻ നേച്ചർ, ദേ കണ്ടെയ്ൻ ഓർഗാനിക് ആസിഡ്. ബി ഗ്രേപ്സിലുള്ളത് ടാറ്റാറിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്, ഓറഞ്ച് അസ്കോബിക് ആസിഡ്, അതുപോലെ ആപ്പിൾ മാലിക് ആസിഡ് ആണ്. Precautions to be taken while handling strong acids. Always wear appropriate personal protective equipment such as safety goggles, gloves and lab coat. Handle acids in a well ventilated area or under a fume hood. Add acid slowly to water, never water to acid when diluting. Store acids in clearly labeled containers and in secure location away from incompatible materials. Activity 7 which tools are used to the following purposes എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ വയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഇൻസുലേഷൻ വയർ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഇതാണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കാറ്, ടെസ്റ്റർ പോലെ. ബട്ട് ഇതിലും നമുക്ക് ചിലപ്പോൾ ഈ സംഭവത്തിലും എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റ് കത്തി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഡൗട്ടാണ്, ഇതാണോ പേരുകൾ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ടീച്ചേഴ്സ് പറഞ്ഞത്, നിങ്ങളുടെ ബുക്കിലുള്ളത് തന്നെയാണ്, ഏതാണ് നോക്കുക, എന്നിട്ട് ഇതാണോ എന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് ദ ഹാൻഡ് ഓഫ് ദ എബൌട്ട് ടൂൾസ്, വാട്ട് ഇസ് ദ റീസൺ.
The handles of these tools are typically made of insulating materials like plastic or rubber. The speciality of these materials is that they are poor conductors of electricity. The reason for this is to protect the user from electric shock when working with electrical circuits. See, write any 2 other examples for such materials. Woodum ceramicum നമുക്ക് ഉപയോഗിക്കാം ഇൻസുലേറ്റേഴ്സ് ആയിട്ട്. ആക്ടിവിറ്റി 8 നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു, ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ആണ്. നമുക്ക് മെറ്റീരിയൽസ് റിക്വയർഡ് ഒരു ടെസ്റ്റ് ട്യൂബ്, മെഗ്നീഷ്യം റിബൺ, വിനീഗർ, മാച്ച് ബോക്സ്, ലൈം വാട്ടർ. പ്രൊസീജിയർ എന്താ? ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മെഗ്നീഷ്യം റിബൺ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വിനീഗർ ഓർ അസറ്റിക് ആസിഡ് ടു ദ ടെസ്റ്റ് ട്യൂബ് containing the magnesium ribbon. Observe the reaction. Bring a burning matchstick near the mouth of the test tube. Pass the gas produced through lime water. അപ്പോൾ നമുക്ക് എന്താ ഒബ്സർവേഷൻ കാണും അവിടെ? ബബിൾസ് ഓഫ് എ ഗ്യാസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ വിനീഗർ റിയാക്ട്സ് വിത്ത് മാഗ്നീഷ്യം റിബൺ. ദ ബേണിംഗ് മാച്ച്സ്റ്റിക് എക്സ്റ്റിങ്വിഷസ് വിത്ത് എ പോപ്സ് ഓൺ വെൻ ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ലൈം വാട്ടർ ടേൺസ് മിൽക്കി വെൻ ദ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. അവസാനം ഇൻഫറൻസ് എന്താണ്? നമുക്ക് ഏത് ഗ്യാസാണ് അവിടെ പുറത്തേക്ക് വരിക? The gas produced when acids reacts with metals is hydrogen gas. ഏതൊരു ആസിഡും മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ പുറത്ത് വരുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ വിഷ് അതുകൊണ്ടാണ് അത് പോപ്പ് സൗണ്ടോട് കൂടി ബേൺ ചെയ്തത്. ആ ഗ്യാസ് ആയതുകൊണ്ടാണ് ലൈം വാട്ടർ മിൽക്കി കളറായിട്ട് മാറിയത്. കാർബൺ ഡൈ ഓക്സൈഡും പുറത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്രയും മതി അവിടുന്ന്. ഈ എക്സ്പെരിമെൻ്റ് തന്നെ ആയിരിക്കണമെന്നില്ല, ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചതാണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ എഴുതി തന്നിരിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് നോക്കുക, അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ആസിഡ്സിൻ്റെ യൂസസ്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഡിറ്റർജൻറ്റ്സ് ആൻഡ് ഇൻ കാർ ബാറ്ററീസ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ പ്രസൻറ്റ് ഇൻ അവർ സ്റ്റൊമക്ക് ആൻഡ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ. നമ്മുടെ വയറിൽ ഡൈജഷന് സഹായിക്കുന്ന ഒരു ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ക്ലീനിങ് ആൻഡ് വേരിയസ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഇത് തന്നെ ചോദിക്കാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഇത് മോഡലായിട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.